പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് MLA-മാരിൽ നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ദില്ലി സ്വദേശികളായ പ്രതികളെ പുലർച്ചെ കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതിൽ വിദ്യാ ബാലകൃഷ്ണൻ MLA പോലീസിനെ അഭിനന്ദിച്ചു. കേരള പോലീസിന്റെ മികവ് രാജ്യത്തിന് ബോധ്യമായെന്നും എങ്ങും എത്തില്ലെന്ന് കരുതിയ കേസിൽ 20 ദിവസത്തിനകം പ്രതികളെ പിടികൂടാനായെന്നും വിദ്യാ ബാലകൃഷ്ണൻ പറഞ്ഞു. നിലച്ചാൽ പുലിയെ പിടിപ്പേൻ, പക്ഷേ ഉയരപ്പോയാലും നിലയ്ക്ക മാട്ടേൻ എന്നാണല്ലോ പോലീസിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ അവർ നിലച്ചു, പോലീസ് പ്രതികളെ പിടിച്ചു. പല കേസുകളിലും സൈബർ തട്ടിപ്പിൽ പണം നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ചില സമയങ്ങളിൽ പരാതി കൊടുത്താൽ പോലീസിന് ആ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാറില്ല. പ്രതികളെ പലപ്പോഴായിട്ട് നമുക്ക് കിട്ടാറില്ല. ഇതൊരു ഫോൺ നമ്പർ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ചും കോഴിക്കോട് കമ്മീഷണറെയൊക്കെ ഒരു വലിയ തീരുമാനം ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. വളരെ സജീവമായിക്കൊണ്ട് തന്നെ കേരളത്തിലെ കോഴിക്കോടും അതുപോലെ തന്നെ വയനാടൊക്കെ സൈബർ ടീം ഡൽഹിയിലെത്തി. ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ നിന്നാണ് ഈ പ്രതികളെ കണ്ടെത്തിയതെന്നുള്ളതാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ കേരള പോലീസിന്റെ മികവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്തെ, ഈ ദില്ലിയിലെ കുറ്റവാളികൾക്ക് യഥാർത്ഥത്തിൽ മുട്ടിയത് കേരള പോലീസിനോടാണ്. അവർക്ക് തെറ്റിപ്പോയി. അതും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ വിളിച്ച് വിദ്യാ ബാലകൃഷ്ണനെ വിളിച്ചൊക്കെ നിങ്ങൾക്ക് മന്ത്രിയാവാൻ ആഗ്രഹമുണ്ടോ, 3 കോടി രൂപ തന്നാൽ മതി എന്നൊക്കെ പറയുക. പൊട്ടന്മാരാക്കാൻ നോക്കിയതാണ്, പക്ഷേ എന്തായാലും പെട്ടു എന്നുള്ളതാണ് അതിലെ വാസ്തവം. എന്താണ് വിദ്യാ ബാലകൃഷ്ണൻ പറയുന്നത്? ഇന്നിപ്പോൾ പ്രതികളെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമോ? അരുൺകുമാർ, പ്രതികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെ ഇപ്പോൾ കോഴിക്കോട് സൈബർ സിറ്റി പോലീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. ഇന്നിപ്പോൾ അവധി ദിവസമായതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിക്കുകയാണ് ചെയ്യുക. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട കേസായിരുന്നു. വളരെ വേഗം പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സാധാരണഗതിയിൽ സൈബർ കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിലൊക്കെ തന്നെ കാലതാമസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കേസിൽ പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷണം നടത്തി. ആകെ ഉണ്ടായിരുന്നത് MLA സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോൺ നമ്പർ മാത്രമായിരുന്നു. ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അത് ഡൽഹിയിലാണ് കണ്ടെത്തി. പക്ഷേ പോലീസിനുണ്ടായിരുന്ന വെല്ലുവിളി ഈ ഫോൺ നമ്പറിന്റെ ഉടമയെ കണ്ടെത്തിയെങ്കിൽ പോലും ഈ ഫോണും സിം കാർഡും ഒക്കെ തന്നെ നേരത്തെ മോഷണം പോയിരുന്നു എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. അതോടുകൂടി തന്നെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇവർ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വ്യാപകമായ അന്വേഷണം നടത്തി. ഈ സിം കാർഡും ഈ ഫോണും ഓണായ സമയവും ഇതിന് സമീപത്ത് ഉപയോഗിച്ച മറ്റു ഫോൺ നമ്പറും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. നിതിൻ കുമാർ, ഗൗരവ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ തുടർ നടപടികളുണ്ട്. അതായത് കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ പേരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. നിലവിൽ ഇപ്പോൾ MLA-ക്ക് വാഗ്ദാനം നൽകുക മാത്രമാണ് ചെയ്തത്. പിന്നാലെ തന്നെ MLA പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. പക്ഷേ മറ്റാരെങ്കിലും തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ, മാത്രമല്ല ഈ പിടിയിലായ 2 പേർക്ക് പുറമെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയാൽ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ വാങ്ങാൻ തന്നെയാണ് എന്തായാലും പോലീസും തീരുമാനിച്ചിട്ടുള്ളത്. MLA സംബന്ധിച്ചിടത്തോളം ഈ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിൽ നിന്ന് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു MLA-യുടെയും പ്രതികരണം. ഓക്കെ, താങ്ക് യു. ശരത്താണ്, ശരിയാണ് കേട്ടോ. വേണമെന്ന് വെച്ചാൽ ഇവര് പുലിയെ പിടിക്കും. നിലച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേ, പക്ഷേ ഉയിര് പോയാലും നിലയ്ക്ക മാട്ടേൻ. ചിലരുടെ കാര്യത്തിൽ, ഡോക്ടർ റാമിന്റെ കാര്യത്തിൽ 101 ദിവസം കഴിഞ്ഞിട്ടാണ്, അതും ഹൈക്കോടതി കടുപ്പിച്ചപ്പോഴാണ് കുടയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. പോലീസ് വിചാരിച്ചു 20 ദിവസം ഡൽഹിയിൽ പോയി പ്രതികളെ പൊക്കിയെടുത്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു.